അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുന്നത്തെ കുക്കിംഗ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാസ്റ്റ് അയൺ ആണ് പാത്രങ്ങളിൽ. അതെന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് അയൺ ആകുമ്പോൾ നമുക്ക് ഹാർംഫുൾ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീലാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിലിങ്ങനെ അടുക്കി പിടിക്കും. പക്ഷെ അങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് വി കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു പുതിയ ലോഞ്ചാണ് ട്രൈപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. എന്ത് കട്ടിയാന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ അടിപൊളിയാണ്. 2 വുഡൻ സ്പാച്ചുല നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സൈസ് എന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫ്രൈയിങ് പാനാണ്. അതിൻ്റെ ലിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു പാൻ ആയിക്കോട്ടെ അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ട്രൈപ്ലൈ ലെയർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഇത്രയും കട്ടിയിൽ വരുമോ? നമ്മൾ കാസ്റ്റ് ചെയ്യണില്ല അത്രയും തിക്നെസ് ഉണ്ട്. അതൊട്ടും അടുക്കി പിടിക്കില്ല. ഇത് മസ്റ്റ് 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 ബൈ ആണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വാങ്ങി നോക്കണം. എങ്കിലേ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളിതിൽ റിഗ്രറ്റ് ചെയ്യില്ല. നിങ്ങളുടെ മക്കൾക്ക് പോലും ഇത് യൂസ് ചെയ്യാം. അത്രയും നാളിത് ലോങ് ലാസ്റ്റ് ചെയ്യും. കാരണം അത് വാങ്ങി നമ്മളത് കയ്യിലെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുക. ഹെൽത്തൊക്കെ ഒരുപാട് നോക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ കാസ്റ്റ് അയണിലോട്ട് നോൺ സ്റ്റിക്കൊക്കെ കംപ്ലീറ്റ് അങ്ങ് മാറ്റിക്കോ. കാരണം ഇത്രയും നല്ല സ്റ്റീലിൻ്റെ കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാ നോൺ സ്റ്റിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വെറുതെ ശരീരം കേടാക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ട്രയലിൽ നിന്ന് വിചാരിച്ചിട്ട്, കാരണം എന്തായാലും ഇതിൽ കറി എന്തായാലും വെക്കാൻ പറ്റും, തോരനും വെക്കാൻ പറ്റും. പക്ഷെ മുട്ട ഇളകി വരുമോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നോൺ സ്റ്റിക്കിലല്ലാതെ നമുക്ക് കാസ്റ്റ് അയണിലാണെങ്കിൽ പോലും മുട്ട ഇളകി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടതുകൊണ്ട് നോക്കിയതാണ്. കാരണം ഈ ഹോട്ടലിലൊക്കെ ഷെഫുമാരൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ കണ്ടിട്ടില്ലേ? ഹൈ ഫ്ലെയിമിലിട്ടാൽ പോലും പാത്രത്തിന് ഒരു കേടുപാടും വരില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയാൽ, പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, സൂപ്പർ പ്രോഡക്റ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ആ ഒരു സ്റ്റീലിൽ എന്തെങ്കിലും ഒരു കളർ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ നോൺ സ്റ്റിക്കിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിത് പർച്ചേസ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും ഒരു കോഡ് താഴെ കൊടുക്കാം. ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ടോട്ടൽ പർച്ചേസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇത് വാഷ് ചെയ്യാനും നല്ല ഈസിയാണ്. ജസ്റ്റ് നമ്മളൊരു സ്പഞ്ച് വെച്ച് പിടിച്ചാൽ പോലും കംപ്ലീറ്റ് ക്ലീൻ ആവും. അടുക്കി പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ബൈ.